ഹായ് ഡിയേഴ്സ്, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. അപ്പൊ ഇന്ന് നമുക്ക് സ്റ്റിച്ചിങ് പഠിച്ചു തുടങ്ങുന്നവർക്കും എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന പലോസ പെന്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. പെന്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് മേളിലോട്ട് കയറി പോരുന്ന പ്രോബ്ലം ഉണ്ടാവും, അതുപോലെ തന്നെ നമുക്ക് ടൈറ്റ് ആയി പോകുന്ന പ്രോബ്ലം അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ ഒരു പലാസോ പെന്റ് സ്റ്റിച്ച് ചെയ്യാം. അതുപോലെ തന്നെ ഓഫീസ് വെയർ ആയിട്ടും ഡെയിലി വെയർ ആയിട്ടൊക്കെ നമുക്ക് കംഫർട്ടായിട്ട് തന്നെ ഇത് വെയർ ചെയ്യാനും പറ്റും. സാധാരണ നമുക്ക് പാന്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഉള്ള കംപ്ലൈന്റ് ആണ് ഈ ബാക്ക് പോർഷൻ ഇറങ്ങി പോരുന്നത് കേട്ടോ. അതിനുള്ള സൊല്യൂഷൻ ഞാൻ ഇടയ്ക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിപ്പോ നമുക്ക് ഏത് പാന്റ് സ്റ്റിച്ച് ചെയ്താലും ഈ രീതിക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്താൽ നമുക്ക് ആ ഒരു പ്രോബ്ലം ഒഴിവാക്കി കിട്ടും. 2.25 മീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ പലാസോ പെന്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ എന്റെ കയ്യിൽ ഈ ക്ലോത്ത് 2.40 ഉണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്യുവാണേ. ഇതുപോലെ ലെങ്ത് ഭാഗത്ത് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത ശേഷം ഒന്നുകൂടെ ഫോൾഡ് ചെയ്ത് നാലായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിടണം. അത്ര ഹൈറ്റ് ഇല്ലാത്തവർക്ക് വീതിയുടെ സൈഡ് ഫോൾഡ് ചെയ്തിട്ടാലും നമുക്ക് 2 മീറ്ററിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇതിപ്പോ ഞാനിത് നാലായിട്ട് ഫോൾഡ് ചെയ്ത് ഈ സൈഡാണ് ഓപ്പൺ സൈഡ്. കണ്ടോ, നാലായിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഓപ്പൺ സൈഡ്. ഇനി നമുക്ക് ഫോൾഡ് ചെയ്ത സൈഡ് അങ്ങ് താഴെ കണ്ടോ, ഇവിടെയാണ് ഞാൻ ഈ ഫോൾഡ് ചെയ്ത സൈഡ് ഇട്ടേക്കുന്നത്. ഇങ്ങനെ വെച്ചാണ് ഞാനിപ്പോ മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഇനിയിപ്പോ ഞാൻ ആദ്യമേ തന്നെ ഈ ഫോൾഡ് ചെയ്ത സൈഡ് ഇതുപോലെ ഒന്ന് പുറത്തുള്ള ക്ലോത്ത് ജസ്റ്റ് ഒന്ന് താഴോട്ടാക്കി കൊടുക്കുവാണ്. നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ബാക്കിലെ ക്ലോത്ത് കണ്ടോ, കുറച്ച് ലെങ്ത് കൂടുതലാണ്, ഫ്രണ്ടിലുള്ള പാർട്ട് കുറച്ച് ലെങ്ത് കുറവാണ്. ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്നറിയോ? ബാക്ക് പാർട്ടിന്റെ ലെങ്ത് 2 ഇഞ്ച് കൂടുതൽ വേണം. ആ 2 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തൊന്ന് ചേർത്ത് വരച്ചു കൊടുക്കുവാണേ. നമുക്ക് ഫ്രണ്ട് പാർട്ടിനെക്കാളും ബാക്ക് പാർട്ടിന് 2 ഇഞ്ച് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് പോർഷൻ ഇറങ്ങി പോരത്തില്ല. ഈ ഒരു മെത്തേഡ് ഈ ബാക്ക് പോർഷൻ ഇറങ്ങി പോകുന്നവർക്ക് എല്ലാ പാന്റിലും ഫോളോ ചെയ്യാം കേട്ടോ. സ്ട്രൈറ്റ് പാന്റ് ആയാലും സാധാ പാന്റ് ആയാലും എല്ലാത്തിലും നമുക്ക് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാം. ഇനി നമുക്ക് ഈ ഫ്രണ്ട് പാർട്ട് ലെങ്ത് കുറവാണല്ലോ, ഈ ഒരു പാർട്ട് ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് ആ കറക്റ്റ് മാർക്ക് ചെയ്ത ഏരിയയിൽ സെറ്റ് ചെയ്യണം. ഈ ബാക്ക് പാർട്ടിന് 2 ഇഞ്ച് മാർക്ക് ചെയ്തത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് പിന്നെ ഞാൻ പറഞ്ഞുതരാം. ഇനി നമുക്ക് ബെൽറ്റ് ആണല്ലോ വേണ്ടത്. സാധാ പാന്റിനെല്ലാം മാർക്ക് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇനി ബാക്കിയെല്ലാം ചെയ്യേണ്ടത് 2 ഇഞ്ച് ബെൽറ്റിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ മാർക്ക് ചെയ്ത് ഈ 2 ഇഞ്ച് ഒന്ന് ചേർത്ത് വരച്ചു കൊടുക്കാം. ഇനി പാന്റിന് എത്രയാണോ നമുക്ക് ഇറക്കം വേണ്ടത് അതാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഈ 2 ഇഞ്ച് നമ്മളിപ്പോ ബെൽറ്റ് ഏരിയക്ക് മാർക്ക് ചെയ്തല്ലോ, ആ 2 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ ഇഞ്ച് ടേപ്പ് വെച്ച ശേഷം താഴോട്ടൊരു 40 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. നമുക്ക് എത്രയാണ് ഇറക്കം വേണ്ടത് അത് കറക്റ്റ് ആയിട്ട് ഇഞ്ച് ടേപ്പ് പിടിച്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഈ സൈഡിലും ഈ 40 ഇഞ്ച് മാർക്ക് ചെയ്തൊന്ന് വരച്ചു കൊടുത്ത ശേഷം നമുക്കിനി കാൽ വണ്ണം, നമുക്ക് എത്രയാണോ വണ്ണം വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്യണം. ഞാനിവിടെ 18 ഇഞ്ചാണ് കാൽ വണ്ണം മാർക്ക് ചെയ്യുന്നത്. ഈ 18 ഇഞ്ച് മാർക്ക് ചെയ്യുന്ന ഈ പോയിന്റിലും നമ്മുടെ 40 ഇഞ്ച് ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് നേരത്തെ 40 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റുകൾ തമ്മിൽ ഇതുപോലെ ഒന്ന് ചേർത്ത് വരച്ചു കൊടുത്താൽ മതി. ഇനി ലെങ്ത് ഭാഗത്തൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഒരു 3 ഇഞ്ച് മാറ്റി ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ 2.25 മതി. ഇത് ഫോൾഡ് ചെയ്ത സൈഡല്ലേ, ഈ 3 ഇഞ്ച് മാറ്റിയിട്ടും എനിക്കിവിടെ ക്ലോത്ത് ഉണ്ട്. ഇനി 2.25 നമുക്ക് ലെങ്ത് ഭാഗത്ത് ഇതുപോലെ തികയാതെ വരുവാണെങ്കിൽ ഈ ഫോൾഡ് ചെയ്യേണ്ട പീസ് നമുക്ക് സൈഡിൽ നിന്ന് എക്സ്ട്രാ കട്ട് ചെയ്ത് മാറ്റുമല്ലോ, അതിനെ ഒന്ന് അറ്റാച്ച് ചെയ്ത ശേഷം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്താൽ മതി. ലെങ്ത് ഭാഗം ഫോൾഡ് ചെയ്യാൻ വേണ്ടി 3 ഇഞ്ച് കൊടുക്കണമെന്നില്ല, നമുക്കിപ്പോ 1.5 ഇഞ്ചോ 2 ഇഞ്ചോ കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പം 2.40 ഉണ്ട് ക്ലോത്ത്, അതുകൊണ്ട് ഞാൻ 3 ഇഞ്ച് കൊടുത്തതാണ്. അതിന്റെ ബാലൻസ് ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് മാറ്റുവാണേ. ഇനി ഹിപ്പ് ഏരിയ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് 40 ഇഞ്ചാണ്, ഡിവൈഡഡ് ബൈ 4 വരുമ്പോൾ 10 ഇഞ്ചാവും. ആ 10 ഇഞ്ചിന്റെ കൂടെ ഞാൻ 2 ഇഞ്ചാണ് ലൂസ് കൊടുക്കുന്നത്. നമുക്ക് 2 ഇഞ്ചോ 3 ഇഞ്ചോ നമ്മുടെ ഇഷ്ടത്തിന് ലൂസ് കൊടുക്കാം. ഒത്തിരി ലൂസ് വേണ്ടെന്ന് വെച്ചിട്ട് ഞാനിവിടെ 2 ഇഞ്ച് കൊടുത്ത് 12 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുവാണേ. ഈ ബാക്ക് പാർട്ടിലും ഫ്രണ്ട് പാർട്ടിലും ഇതേ 12 ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം ക്രോച്ച് ഏരിയ കാണണം. ക്രോച്ച് ഏരിയ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഹിപ്പ് 10 കിട്ടി, ആ 10ന്റെ കൂടെ നമുക്ക് 3 ചേർത്താൽ മതി. നമുക്ക് എത്രയാണോ ഹിപ്പ് വരുന്നത് അതിന്റെ കൂടെ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഈ 3 ഇഞ്ചാണ് നമുക്ക് ക്രോച്ച് ഏരിയയുടെ ലൂസിങ്ങും കൊടുക്കേണ്ടത്. ബെൽറ്റിന് വേണ്ടി മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് താഴോട്ടൊരു 13 ഇഞ്ച് ക്രോച്ച് ഏരിയ മാർക്ക് ചെയ്ത് ഈ സൈഡും അതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത ശേഷം നമുക്കൊന്ന് ചേർത്ത് വരച്ചു കൊടുക്കണം.
മേളില് ഹിപ്പ് ഏരിയ 12 ആണല്ലോ കൊടുത്ത, ആ സെയിം അളവ് 12 ഇഞ്ച് ഇവിടെയും മാർക്ക് ചെയ്ത് ഈ രണ്ട് പോയിന്റുകളും തമ്മിൽ നമുക്കൊന്ന് ചേർത്ത് വരച്ചു കൊടുത്താൽ മതി. ഈ സൈഡും കൂടെ ഇതുപോലെ ഒന്ന് രണ്ട് പോയിന്റുകളും തമ്മിൽ ഒന്ന് ചേർത്ത് വരച്ചു കൊടുക്കാം. ഇനിയാണ് ഈ പോയിന്റിൽ നിന്ന് നമുക്കൊരു 3 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്യണം. ക്രോച്ച് ഏരിയയുടെ ലൂസിങ്ങിന് വേണ്ടിയിട്ടാണ് 3 ഇഞ്ചാണ് ഞാനിവിടെ കൊടുക്കുന്ന. നല്ല ലൂസ് വേണമെന്നുള്ളവർക്ക് 3.5 ഇഞ്ചോ 4 ഇഞ്ച് വരെ കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ഇഞ്ച് കൊടുത്ത് ഇതുപോലെ ഒന്ന് വളച്ച് വരച്ചു കൊടുക്കുന്നുണ്ടേ. ഈ പോർഷനിൽ പിടുത്തം വരാതിരിക്കാനാണ് നമ്മൾ ഇവിടെ ഇതുപോലെ 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. ഈ ക്രോച്ച് ഏരിയയുടെ ലൈൻ ഞാൻ താഴോട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ഇവിടെ നമുക്ക് ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കണമല്ലോ. ജസ്റ്റ് ഇവിടെ ഞാൻ ഇതുപോലെ ഒന്ന് വളച്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ബാക്ക് പാർട്ടിന് ഒരു 2 ഇഞ്ച് നമ്മൾ ഈ ഏരിയയിൽ കൂടുതൽ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. നേരത്തെ ഞാനൊരു ട്രൗസർ പാന്റിന്റെ വീഡിയോ ഇട്ടപ്പോൾ ഒരു കമന്റ് ഉണ്ടായിരുന്നു, ബാക്ക് പോർഷൻ ഇറങ്ങി പോരത്തില്ലയോ എന്ന്. അപ്പൊ നമുക്ക് ഈ ഒരു മെത്തേഡ് എല്ലാ പാന്റിലും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാക്ക് പോർഷൻ ഇറങ്ങി പോരത്തില്ല. ഇതിപ്പോ മെലിഞ്ഞവർക്ക് ഇതിന്റെ ആവശ്യമില്ല. അപ്പൊ ബാക്ക് പോർഷൻ ഇറങ്ങി പോരുന്നവർക്ക് സ്ട്രെയിറ്റ് പാന്റ് ആയാലും പലാസോ പാന്റ് ആയാലും ഇതൊന്ന് 2 ഇഞ്ച് കൂടുതൽ കൊടുത്ത ശേഷം ഇതുപോലെ ഒന്ന് ചരിച്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്താൽ മതി. ഈ ക്രോച്ച് ഏരിയ 3 ഇഞ്ച് കൂടുതൽ കൊടുത്ത് ചരിച്ച് വരച്ച ആ സൈഡാണ് നമ്മൾ ഈ 2 ഇഞ്ച് കൂടുതൽ കൊടുക്കുന്നത്. ലെങ്ത് ഭാഗം ഷേപ്പ് ചെയ്യാൻ വേണ്ടി ഈ 18 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് ക്രോച്ച് ഏരിയയുടെ ഷേപ്പ് മാർക്ക് ചെയ്തല്ലോ, ആ പോയിന്റ് വരെ ഇഞ്ച് ടേപ്പ് വെച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഈ ക്രോച്ച് ഏരിയയുടെ ഭാഗം ഇതുപോലെ ഷാർപ്പായിട്ട് കട്ട് ചെയ്യാൻ പാടില്ല. ഇവിടെ ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് വളച്ചൊന്ന് വരച്ച് കറക്റ്റ് ഷേപ്പ് കൊടുത്താൽ മതി. കണ്ടില്ലേ, ഇതുപോലെ വളച്ച് മാർക്ക് ചെയ്താൽ മതി. ഇനി ഈ മാർക്ക് ചെയ്ത ലൈനിലൂടെ കട്ട് ചെയ്തെടുക്കാം. ഹിപ്പ് ഏരിയയുടെ പോയിന്റും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ക്രോച്ച് ഏരിയയുടെ കറക്റ്റ് ലെവൽ പിടിച്ചതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. ഈ കട്ട് ചെയ്ത് ബാലൻസ് വരുന്ന ഈ ക്ലോത്താണ് ഞാൻ പറഞ്ഞത്. ലെങ്ത് ഭാഗത്ത് നമുക്ക് 2.25 ധാരാളം മതിയാവും. കാരണം ഇതൊന്ന് അവിടെ അറ്റാച്ച് ചെയ്ത് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് പുറത്തറിയത്തില്ലല്ലോ. ബാക്ക് പാർട്ട് 2 ഇഞ്ച് കൂടുതൽ കൊടുത്ത് ഈ ചരിച്ച് മാർക്ക് ചെയ്ത് വിട്ടല്ലോ, ഈ ഏരിയ കൂടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഈ ഷേപ്പിന് തന്നെ കട്ട് ചെയ്ത് കൊടുക്കണം. ബാക്ക് പാർട്ടിന്റെ ആണ്, ഫ്രണ്ട് പാർട്ടിന്റെ അല്ല. ഇതുപോലെ ചരിച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇതാണ് ഫ്രണ്ട് പാർട്ട്, ഇതാണ് ബാക്ക് പാർട്ട്. ഇനി നമുക്ക് ഒരു കട്ടിങ് കൂടെ ഉണ്ട്. ഈ സൈഡ് ഇപ്പൊ ഫോൾഡ് ആണല്ലോ, ഈ സൈഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കണം. ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടിന്റെയും ഫുൾ ലെങ്ത് ഈ മേള് തൊട്ട് താഴെ അറ്റം വരെയും ഇതുപോലെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലെങ്ത് ഓപ്പൺ ചെയ്ത ശേഷം ഓരോ പാർട്ട്, ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഓരോ പാർട്ടിന്റെയും ക്രോച്ച് ഏരിയകൾ തമ്മിൽ ചേർത്ത് വെച്ചാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതുപോലെ ഒന്ന് നിവർത്തി ഇട്ട ശേഷം ക്രോച്ച് ഏരിയകൾ ചേർത്ത് പിടിച്ചാണല്ലോ സ്റ്റിച്ച് ചെയ്യാനുള്ളത്. അപ്പൊ ഇതുപോലെ നിവർത്തി ഇടുമ്പോൾ നമ്മൾ ലെങ്ത് ഭാഗം ഓപ്പൺ കൊടുത്തില്ല എങ്കിൽ ഈ 2 ഇഞ്ച് കൂടുതൽ കൊടുത്തത് ഈ കറക്റ്റ് സെന്റർ ഭാഗത്ത് വരത്തില്ല. ഈ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ഉയർന്നു നിൽക്കും. അത് വരാതിരിക്കാനും ഈ സെന്റർ ഭാഗത്ത് നമുക്ക് ഈ 2 ഇഞ്ച് കൂടുതൽ കൊടുക്കാനും വേണ്ടിയിട്ടാണ് ഈ സെന്റർ ഭാഗത്ത് ഓപ്പൺ ചെയ്യുന്നത്. ഇതിന് തിരിച്ച് നമുക്ക് 2 ക്രോച്ച് ഏരിയകൾ നമ്മൾ ചേർത്ത് പിടിച്ചാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. കണ്ട് ഈ പീസിനെ ഇപ്പുറത്താക്കി ഇതുപോലെ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ക്രോച്ച് ഏരിയകൾ തമ്മിൽ ഇതുപോലെ ചേർത്ത് കിട്ടും. ഈ സെന്റർ ഭാഗം കണ്ടോ, ഇവിടെയാണ് നമ്മൾ 2 ഇഞ്ച് കൂടുതൽ കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഓപ്പൺ ചെയ്ത സൈഡ് 2 സൈഡിലായിട്ട് പോകും. അത് ഫ്രണ്ട് പാർട്ടുമായിട്ട് നമുക്ക് യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്യാം. ഇപ്പൊ ഫസ്റ്റ് നമുക്ക് ഈ ക്രോച്ച് ഏരിയകൾ തമ്മിൽ നല്ല വശം അകത്താക്കിക്കൊണ്ട് ഇതുപോലെ ഒന്ന് പിടിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഫ്രണ്ട് പാർട്ടും ഇതുപോലെ ക്രോച്ച് ഏരിയകൾ തമ്മിൽ നല്ല വശം അകത്താക്കിക്കൊണ്ട് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും
ഇതുപോലെ ഒന്ന് ചേർത്ത് പിടിച്ച് ഒരു 1/2 ഇഞ്ച് മാറ്റി സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. കണ്ടോ? ഇപ്പം ക്രോച്ച് ഏരിയ യോജിപ്പിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. 2 പാർട്ടും ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കണം. അതിന്റെ പുറത്ത് ഇട്ട് കൊടുക്കുമ്പോൾ ഈ 2 സൈഡ് നമ്മൾ ഓപ്പൺ കൊടുത്ത സൈഡ് ഉണ്ടല്ലോ, ലെങ്ത് ഭാഗം, അതും കൂടെ ഇനി ഒന്ന് ചേർത്തടിച്ചു കൊടുക്കണം. 2 സൈഡിലെയും ലെങ്ത് ഭാഗം ഇതുപോലെ ഒന്ന് പിടിച്ച് 1/2 ഇഞ്ച് മാറ്റി മേള് തൊട്ട് താഴെ അറ്റം വരെയും ഒന്ന് ചേർത്തടിച്ചെടുത്താൽ മതി. ഇപ്പൊ നമ്മുടെ പാന്റിന്റെ ലെങ്ത് ഭാഗവും ക്രോച്ച് ഏരിയയും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കണ്ടോ? ഇനി അടുത്ത് ചെയ്യാനുള്ളത് ഏറ്റവും ലെങ്ത് ഭാഗം നമ്മൾ 3 ഇഞ്ച് മാറ്റി വിട്ടല്ലോ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, അതൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. മാർക്ക് ചെയ്ത് അതേ പോയിന്റിൽ ഇതുപോലെ 3 ഇഞ്ച് മാറ്റി ഞാനിപ്പോ ഒരു 1.5 ഇഞ്ച് ഇങ്ങനെ ഫോൾഡ് ചെയ്താണ് സ്റ്റിച്ച് ചെയ്യുന്നത്. കറക്റ്റ് ലെവൽ പിടിച്ചതിന്റെ പുറത്തുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം ഈ ക്രോച്ച് ഏരിയയുടെ ലെങ്ത് ഭാഗം ഉണ്ടല്ലോ 2 കാലിന്റെയും, അതും ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ലെങ്ത് ഭാഗം സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതുപോലെ 1.5 ഇഞ്ച് വെച്ചൊന്ന് ഫോൾഡ് ചെയ്ത് ലെവൽ പിടിച്ചിട്ട് ഇതുപോലെ പുറമെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. 2 കാലും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷമാണ് നമ്മുടെ കാൽവണ്ണത്തിന്റെ അളവ് തൊട്ട് ഒരു 1/2 ഇഞ്ച് മാറ്റി ക്രോച്ച് ഏരിയയിൽ സ്റ്റോപ്പ് ചെയ്ത ശേഷം അടുത്ത കാൽവണ്ണത്തിന്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. അങ്ങനെ വരുമ്പോൾ ഒന്നുകൂടെ നമുക്ക് ഫിനിഷിങ് കിട്ടും. അടുത്ത കാൽവണ്ണത്തിന്റെ അവിടെ നിന്ന് 1/2 ഇഞ്ച് മാറ്റി സ്റ്റിച്ച് ചെയ്ത് ക്രോച്ച് ഏരിയയുടെ അവിടെ കൊണ്ടുവന്ന് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അത് കഴിഞ്ഞ് ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കണം. 2 സ്റ്റിച്ച് ഞാനിപ്പോ കൊടുക്കുന്നുണ്ടേ. കണ്ടില്ലേ? ഇപ്പൊ നമ്മുടെ ഈ പാന്റിന്റെ ലെങ്ത് ഭാഗവും ക്ലോസ് ആയിട്ടുണ്ട്. ഇനിയാണ് ബെൽറ്റ് ഏരിയ സ്റ്റിച്ച് ചെയ്യാനുള്ളത്. 2 ഇഞ്ചാണല്ലോ ബെൽറ്റ് ഏരിയക്ക് വിട്ടിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഒരു 1/2 ഇഞ്ച് ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ച് അടുത്തൊരു 1.5 ഇഞ്ച് കൂടെ ഒന്നുകൂടെ ഫോൾഡ് ചെയ്ത് ഫുൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ റൗണ്ട് ചെയ്ത് ബാക്ക് സൈഡ് എത്തുമ്പോൾ ഞാനത് ഒന്നുകൂടെ കാണിച്ചു തരാം. ഫോൾഡ് ചെയ്ത് വെച്ച് അതേ ലെവൽ പിടിച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. സ്റ്റിച്ച് ചെയ്ത് ഈ ബാക്ക് സൈഡ് എത്തുമ്പോൾ ഈ 2 ഇഞ്ച് കൊടുത്തത് കയറി നിൽക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ വരും, ഒരു വളവ് വരും. അവിടെ നമുക്ക് ലെവല് പിടിക്കാൻ പറ്റത്തില്ല. അത് സാരമില്ല, നമുക്ക് ഒരു 2-3 കുഞ്ഞു പ്ലേറ്റ്സ് അവിടെ കൊടുത്താൽ മതി. കാരണം എലാസ്റ്റിക് കൊടുക്കുമ്പോൾ അത് നമുക്ക് അറിയത്തില്ലല്ലോ. കുഞ്ഞു പ്ലേറ്റ്സ് ആ ബാക്ക് സൈഡ് ഒരു 3-4 ഇട്ട് കൊടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോരാൻ പറ്റും. ഞാനിപ്പോ ഈ പ്ലേറ്റ്സ് പിടിച്ച് ഇതിന്റെ പുറത്തൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വരുവാണേ. സ്റ്റിച്ച് ചെയ്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത പോയിന്റ് എത്തുമ്പോൾ ഒരു 2 ഇഞ്ച് മാറ്റി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യണം. കാരണം എലാസ്റ്റിക് നമുക്ക് ഇൻസെർട്ട് ചെയ്ത് കൊടുക്കാനുണ്ടല്ലോ. ഇനി എലാസ്റ്റിക് നമുക്ക് അളന്നെടുക്കണം. ഓരോ എലാസ്റ്റിക് ഓരോ ടൈപ്പിലായിരിക്കും. ഒരു 4-5 ഇഞ്ച് കുറച്ചെടുക്കാം. ഞാൻ എടുക്കുന്ന എലാസ്റ്റിക് ഇപ്പൊ ഞാനൊരു 33 ഇഞ്ച് എടുക്കുവാണ്. എലാസ്റ്റിക് എടുക്കുമ്പോൾ ഇതുപോലെ ഡൗട്ട് ഉണ്ടെങ്കിൽ 4-5 ഇഞ്ച് കുറച്ചെടുക്കാം നമ്മുടെ ഹിപ്പ് ഏരിയക്കാളും. അതുമല്ല എങ്കിൽ നമുക്ക് ഇങ്ങനെ ഹിപ്പ് ഏരിയയിലോട്ടൊന്ന് ടൈറ്റ് പിടിച്ചു നോക്കാം. പിടിച്ചു നോക്കുമ്പോൾ നമുക്ക് കംഫർട്ട് ആയിട്ടുള്ള ഏരിയ വെച്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ എലാസ്റ്റിക് ഇട്ട് കൊടുത്ത ശേഷം ഈ 2 എൻഡും ഒന്ന് പിടിച്ച് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനിയിപ്പോ നമ്മുടെ ഈ പാന്റിന്റെ ഈ ഏരിയ ഒരു 2 ഇഞ്ച് മാറ്റിയിട്ടാണല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്തത്. ആ ഏരിയ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം. ക്ലോസ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ കണ്ടില്ലേ, നമ്മുടെ പാന്റിന്റെ എലാസ്റ്റിക് ഇട്ട ഏരിയ ഇതുപോലെ നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ കിട്ടും. ബാക്ക് സൈഡ് കണ്ടോ എത്ര ഭംഗിയായിട്ടാണ് നമുക്ക് കിട്ടിയതെന്ന്. ആ കുഞ്ഞു പ്ലേറ്റ്സ് ഇട്ട് കൊടുത്തത് നമുക്ക് ഒട്ടും അറിയത്തേ ഇല്ല. കണ്ടില്ലേ, അകവശവും നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. നമ്മൾ പാന്റ് കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതൊരു തളർന്നു കിടക്കുന്ന ക്ലോത്ത് ആണ്. നമുക്ക് ഒന്നുകൂടെ സ്റ്റിഫ് ആയിട്ടിരിക്കുന്ന ക്ലോത്ത് ആണെങ്കിൽ, കോട്ടൺ ക്ലോത്ത് ഒക്കെ ആണെങ്കിൽ ഇതിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോ ഒരു തളർന്നു കിടക്കുന്ന ഒരു ടൈപ്പ് ജോർജറ്റ് ടൈപ്പ് ക്ലോത്ത് ആണ്. ഇതേ മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നവരെയും ടാറ്റാ.